السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, മഹാന്മാർ പഠിപ്പിച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, ഒരുപാട് ദുആ ചെയ്തിട്ടും അതിനൊരു ഫലം കിട്ടില്ലെന്ന് പറയുന്നവരുണ്ടാകും. എന്നാൽ ഈ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലാഹു തആല സാധിപ്പിച്ചു തരും. അത്രയും മഹത്വമാണ് ഈ പറയാൻ പോകുന്ന ഒരു വിഷയത്തിന്. നിങ്ങൾ ഇഖ്ലാസോടുകൂടെ ചെയ്തു നോക്കുക, ഉറപ്പായും ഫലം കിട്ടിയിരിക്കും. മഹാന്മാരാണ് പറയുന്നത്. അതിൽ ഒരു ഉദ്ദേശം കരുതി, ഒരാവശ്യം കരുതി, മനസ്സിലൊരു അല്ലാത്ത ഒരു വിഷയത്തിൽ ഒരു കുടുക്കിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കരുതി, അല്ലെങ്കിൽ കടങ്ങൾ തീർന്നു കിട്ടാൻ എന്നൊരു ഉദ്ദേശത്തിൽ നിയ്യത്തിൽ കരുതി ഈ പറയാൻ പോകുന്ന ഒരു ദിക്ർ, അതേപോലെ തന്നെ മക്കളുടെ വിവാഹം ശരിയാവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും ഈ ഒരു ദിക്ർ നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ അൽഫമറ 1000 തവണ നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലണം. ഒരേ ഇരുത്തത്തിൽ ചൊല്ലണമെന്നില്ല, നിങ്ങളുടെ സൗകര്യം പോലെ 1000 തവണ ഈ ഒരു ദിക്ർ ചൊല്ലിത്തീർക്കുക. അതിവേഗത്തിൽ തന്നെ ചൊല്ലിത്തീർക്കുക. ഒരുപാട് ദിവസങ്ങൾ നീട്ടിവെക്കാതെ തന്നെ പെട്ടെന്ന് ചൊല്ലിത്തീർക്കുക. അതേപോലെ തന്നെ 1000 സ്വലാത്ത്, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു 1000 സ്വലാത്ത് ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ ആവശ്യം അല്ലാഹു തആല തീർത്തു തരും. അത് എത്ര കഠിനമുള്ളതാണെങ്കിലും എത്ര പ്രയാസങ്ങൾ നിറഞ്ഞതാണെങ്കിലും അല്ലാഹു തആല പരിഹരിച്ചു തരും. അല്ലാഹുവിന് എല്ലാം ഒരു പ്രയാസവുമില്ലാത്ത അല്ലാഹു അവൻ വിചാരിച്ചല്ല നടക്കും. അത്രയുള്ളൂ അല്ലാഹുവിന് ദുനിയാവും സർവ്വതും. അപ്പോൾ അല്ലാഹു തആല എന്റെ ഉദ്ദേശം പൂർത്തിയാക്കി തരണം. അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കൻസു മിൻ കുനൂസിൽ ജന്ന, നബി തങ്ങൾ പറഞ്ഞതാണ്. സ്വർഗ്ഗത്തിലെ നിധിയാണ് ഈ ദിക്ർ എന്നുള്ളത്. അത്രയും അത്ഭുതമാണ്. ഒറ്റ തവണ ചൊല്ലിയാൽ സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് കൊട്ടാരങ്ങളാണ് നിർമ്മിച്ചു തരുന്നത്, നിധികളാണ് നമുക്കവിടെ അല്ലാഹു തആല അവിടെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇഖ്ലാസോട് കൂടെ തന്നെ ചൊല്ലണം. ആവശ്യങ്ങൾ റബ്ബ് തീർത്തു തരും, ഉറപ്പായും തീർത്തു തരും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.